ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. സത്യാർത്ഥ പ്രകാശൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗുരുനാരായണീയം 2024 ആർട്ടിസ്റ്റ് നാരായണൻ മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സത്യാർത്ഥ പ്രകാശൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണീയം പദ്ധതിയുടെ ഭാഗമായി നടന്ന ചിത്രകാരൻ ആർട്ടിസ്റ്റ് നാരായണൻകുട്ടി മേനോന്റെ അനുസ്മരണം കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ബുക്ക് ബോർഗസിനെ സംബന്ധിച്ചൊരു തലവേദനയായി മാറാം. വായിക്കാൻ കഴിയാതെ വലിയൊരു കവിക്ക് ഒരു ബുക്ക് കൊടുത്തിട്ട് അത് വായിക്കാൻ കഴിയാതെ ആവുകയും അത് അങ്ങേരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒന്നായി മാറുകയും അത് സൂക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പേടിപ്പെടുത്തലും ഒക്കെ തന്നെ രൂപാന്തരപ്പെടുകയാണ്. അവസാനം ഒരു ദിവസം രാത്രി ആരും അറിയാതെ ഒരു ലൈബ്രറിയുടെ ഏറ്റവും അറ്റത്തുള്ള ഒരു റാക്കിൽ കൊണ്ടുവച്ച് തിരിച്ചു പോരാണ് പ്രൊഫസർ. ആ ബുക്ക് ഒരു സംസ്കൃതം ബുക്കായിരുന്നു. ഞാൻ ഈ പറഞ്ഞു തരുന്നത് ശരിക്കും നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇവർ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അന്നേരം രാജാചാര്യവർമ്മയുടെ ഒരു വലിയ സ്കൂള് തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. ആര് പെയിന്റ് ചെയ്താലും രാജാചാര്യവർമ്മയെ പോലെ പെയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ പെയിന്റ് ചെയ്താലേ അവൻ പെയിന്ററായി അംഗീകരിക്കും എന്ന് പറയുന്ന ഒരു തരം ഉണ്ടായിരുന്നു. ഏതൊരു വ്യക്തിയും, അതായത് അന്ന് ഓക്യുപേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ ഫൈനാൻസ് കോളേജിൽ അവിടെ പെയിന്റ് ചെയ്തിരുന്ന ഒട്ടുമിക്ക കക്ഷികളും പെയിന്റ് ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞ രാജാചാര്യവർമ്മയെ പോലും മംഗളാദേവിയെ പോലും അതേപോലെ തന്നെ AR വർമ്മയെ പോലും ഒക്കെയുമായിരുന്നു. അന്ന് വലിയതാനും അതുപോലെ തന്നെ ചെറിയാനും ഒക്കെ നിന്നുള്ള വലിയൊരു ഒരു എന്താ പറയുക, ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് സമൂഹം കേരളത്തിൽ ഉള്ളപ്പോഴാണ് അതിൽ നിന്ന് മാറി എനിക്ക് എൻ്റെ വഴി, ഞാൻ ഒറ്റയാനാണ്, എൻ്റെ കൊമ്പുകളുടെ മൂർച്ച ഒരിക്കലും കുറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഇത്തരത്തിൽ നടന്നുപോയി. ചന്ദ്രമോഹൻ കാത്തോളിൽ അധ്യക്ഷത വഹിച്ചു. സത്യാർത്ഥ പ്രകാശൻ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പ്രകാശ് കൊട്ടാരക്കര ആമുഖ പ്രഭാഷണം നടത്തി. കൗൺസിലർ C നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. മുതിർന്ന കലാകാരന്മാരായ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി, രാധാമണി KPSC എന്നിവരെ സത്യാർത്ഥ പ്രകാശൻ ട്രസ്റ്റിന്റെ പേരിൽ നന്ദകുമാർ തോട്ടത്തിൽ ആദരിച്ചു. കൗൺസിലർമാരായ PN വിനയചന്ദ്രൻ, ഗിരിജ ശിവൻ, മുരളീധരൻ കുന്നത്ത്, KK മോഹനൻ, ജോയ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ദേവിക നായർ സ്വാഗതവും മുരളീധരൻ തോട്ടത്തിൽ നന്ദിയും പറഞ്ഞു. എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിയങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിയങ്കര.